ഇത് ഒടവിലെ ഉണ്ണി, മേലെടുത്ത് പാരിജാതൻ, കുണ്ടിൽ സുമേഷ്. മൊത്തം 50 ലിറ്റർ ഉണ്ടാവും. പിന്നെ 10 എണ്ണം കുപ്പി പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വൈന് പിടിച്ചേക്കണത്. ശരി, വലിയ കാര്യമായി പോയി. നല്ലൊരു ദിവസമായിട്ട് 10 പൈസയിൽ അരി മേടിക്കാൻ നമ്മളൊരു കുറച്ച് വൈനുണ്ടാക്കി വിറ്റപ്പോൾ അത് മഹാകാര്യമായി പോയി. എഴുതി വെക്കുകയാണ്. ഇവിടെ നോട്ട് നിരോധിച്ചപ്പോൾ ഒരാളും ഉണ്ടായില്ല ചോദിക്കാനുമാര്. ഈ സുമേഷ് ചേട്ടൻ വരെ വെയിലത്ത് ക്യൂ നിന്ന്. അങ്ങനെ ഉണ്ടായിനാ? പിന്നില്ലേ. പാവപ്പെട്ട നമ്മുടെ ഒരു 10 കോപ്പി വൈനെടുത്ത് വിറ്റതാണ് ഇവിടെ മൊത്തം കുഴപ്പമായത്. നിങ്ങൾ നോട്ട് ചോദിച്ചില്ലേ? എത്ര ജനങ്ങളുടെ പറഞ്ഞത് ഈ പാവ സുമേഷ് ചേട്ട പൊരി വെയിലത്ത് തലറിഞ്ഞു വീണു നോട്ട് മാറ്റാൻ വേണ്ടിട്ട്. ചോദിച്ചോക്ക്, ജനങ്ങളെല്ലാം മൊത്തം വയ്യാതാക്കില്ല നിങ്ങള് അല്ലേ? ആരാണ് കാശി ചോദിച്ചത്? ഞങ്ങളാണ് കാശി ചോദിച്ചത്. ഇവരല്ലേ അന്നേരം? എല്ലാവരും ഉണ്ട് ഉണ്ടായിരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പൊ 10-30 കൊല്ലത്തോളമായി. ഇവിടെ ഉണ്ടല്ല പാവപ്പെട്ടവന് കയറി കിടക്കാൻ ഒരു കൂരണ്ട. പിള്ളേര് വിശന്നിട്ട് ഭക്ഷണമില്ലാതെ മണ്ണ് വാരി തിന്നെയാണ്. അതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 10-15 കൊല്ലായില്ലേ? ഇവിടെ കയറി കിടക്കാൻ വേണ്ടി ഒരു സെന്റ് സ്ഥലം ഉണ്ടാ? അത് ചോദിക്കാനും പറയാൻ ആരുമില്ല. നമ്മളൊരു 10 കുപ്പി വൈനെടുത്ത് വിറ്റത് ഇവിടെ വലിയ കുഴപ്പം, ആള് പ്രശ്നം, പോലീസ് സ്റ്റേഷൻ ഒന്നും പറയണ്ട. നാടും മാനും ഉൾപ്പും വേണം തൊപ്പിയിട്ട് കിടക്കാം അല്ലേ? ഉണ്ടാതിരിക്കട, എന്റെ കയ്യിന് പണി ഉണ്ടാക്കല്ലേ. ഞാനല്ല അവനാണ്. അടിക്കോ? ഇവര് അടിക്കൊന്നുമില്ല, എക്സസൈസ് അല്ലേ. ഹലോ ഹലോ, എങ്ങോട്ടാണ്? ഹലോ സർ. സർ മൊയ്തു ആണ്. ഓക്കെ സർ. ഷുവർ സർ. ഓക്കെ സർ. ഓക്കെ. ഹലോ, മന്ത്രിയെ വിളിച്ചത്. ആ ഫയല് മന്ത്രിസഭ കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തിക്കാൻ. പെട്ടെന്ന് എൻ്റെ പണി നോക്കും. ശരി. മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചതെന്ന്. ഈ മന്ത്രിമാർക്ക് ദിവസവും ശമ്പളം കൂട്ടി കൊടുക്കണതിന് ഒരു കുഴപ്പമില്ല. ഇവരുടെ മക്കളും ഭാര്യമാർക്കൊക്കെ സർക്കാർ ജോലിയാണ്. ഇവനൊക്കെ ഈ ഖജനാവിൽ കൈയിട്ട് പാരി നിരങ്ങണി. ഒരാളും ചോദിക്കാനില്ല. നമ്മളെന്താ ചെയ്തത്? ഈ മന്ത്രിമാരുടെ ശമ്പളം തോന്നുമ്പോ നിങ്ങൾ കൂട്ടാം. നിങ്ങൾ അവരെ ഭാര്യക്കും അവരെ മക്കൾക്കെല്ലാം വേണ്ടുപോലെ ഗവൺമെന്റ് പണി കൊടുക്കാം. ഈ ഗജനാവ് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കല്ല. നമ്മ ഇത് കുറെ കേട്ടിട്ടുണ്ട്. ഈ മന്ത്രിമാർ ഈ ഗജനാവ് വൈകുന്നേരം കൈയിട്ട് വാരി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ? അല്ലേ അല്ലേ സാറേ? എതിരെടുത്ത് ഈ പൈസ എല്ലാം ഈ ഗജനാവിന്റെ താക്കോല് അന്തസ് ഉണ്ടെങ്കിൽ പൊതു മധ്യത്തിൽ പോയിട്ട് കാണിച്ചു കൊടുക്ക്. എല്ലാരും കാണിക്ക്. നമ്മളൊരു 10 കുപ്പി വൈനെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പ്രശ്നം, കുഴപ്പം, ഇവിടെ ഇരുത്തുന്ന എന്തെല്ലാം ചോദ്യങ്ങൾ നിന്നോടാണ് ഉണ്ടായിരിക്കാൻ പറഞ്ഞു. സാറേ, ഒരു 5 കുപ്പി നിങ്ങൾ എടുത്തോ. നിങ്ങൾ 2 പേരും കൂടി വിഴുങ്ങിക്കും. ഞങ്ങളൊന്നും അങ്ങോട്ട് വെറുതെ വിട്ടത് സാർ. തന്റെ വായിലാകെ 2 പല്ലുള്ളൂ. അതിങ്ങനെ അടിച്ച് താഴെ ഞാൻ. സാറേ, വിവരമില്ലാഞ്ഞിട്ടാണ് സാറേ. ഇവരല്ലേ ഇവരെ കൂടിയിട്ടാണ്. ഇത് വെറും അറിയാണ്. അടിക്കോ? ഈ എക്സസൈസ് അല്ലേ, ഇത് അത്ര വലിയ കേസൊന്നുമല്ല. പേടിപ്പിക്കുള്ളൂ. അടിക്കേണ്ട നിയമം കയ്യിലുണ്ടാവില്ല. വിളിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു പ്രളയം വന്നു. മുമ്പ് വന്നു എന്തോരം കോടിക്കണക്കിന് കാശ് ആളുകളിലൂടെ ഇറക്കിയത്. നാട്ടുകാർക്ക് വല്ലതും കിട്ടിയ? നിനക്ക് കിട്ടിയ? ഒരു ഉറപ്പ് കിട്ടിയിട്ട് എനിക്കും കിട്ടിയില്ല. എന്ത് ചെയ്തത്? ഇവന്മാരൊക്കെ കൂടി കട്ട് തിന്നേക്കണത്. ഈ പ്രളയം വന്നിട്ട് കോടിക്കണക്കിന് ഉറുപ്പല്ലേ സാറേ വെറുതെ പോയത്? എനിക്ക് ഒരു ഉറുപ്പ കിട്ടിയിട്ട. നാട്ടിൽ മൊത്തം പ്രളയം വന്നിനി. എടുത്തു പൈസ. ആ പൈസന്റെ കണക്ക് നിങ്ങൾക്ക് എന്താ ഇപ്പൊ പോയി 3 ആളിടാം. ബോധ്യപ്പെടുത്ത്. നീലടാ പറഞ്ഞ എക്സൈസ് അടിക്കൂലെന്ന്. പ്രളയം വന്നാൽ തടയാൻ പറ്റൂല. നീ നിനക്ക് വല്ലതും പറ്റിയാണോ? അതെ, ബോർഡ് ഇളകിപ്പോയി. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത് പീസാണ്.
സുമേഷേട്ടാ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. നിന്റെ പ്രായത്തിലേ ഞാൻ പ്രതികരിച്ചതിൻ്റെ ഇത് കണ്ട. എക്സൈസുകാർക്ക് അങ്ങനെ തല്ലാനും ഒക്കെ കയറാനൊന്നും അധികാരമില്ല. ഇത് ഇത്തിരി അതിക്രമമായി പോയത് ഇല്ലേ? ആ പോയ സാറ് ചവിട്ടും കണ്ട ഒക്കെ അടിച്ചു നോക്കി. അതെ, അയാൾ ആൾ കുറച്ച് ചൂടനാ. അത് ഞാൻ ചോദിച്ചോളാം. ചോദിക്കണം സാറേ. സാറ് വരുന്നതിന് മുമ്പ് 1 മണിക്കൂറായി നമ്മ 3 ആളുകൂടെ ഇരിക്കുന്നത്. പച്ച വെള്ളം വേണമെന്ന് ചോദിച്ചില്ല സാറേ. ആളൊരു തുഷ്ടനാണ്, നീചനാണ്. സാറിനറിയോ, എക്സൈസിന് അടിക്കാനുള്ള ഒരധികാരമില്ല. എന്തിനാ സാറേ സർവീസിൽ അങ്ങനെ നികൃഷ്ട ജീവി? ഒഴിവായിക്കൂടെ നിങ്ങൾക്ക്? പോയ പോലീസ് ദുഷ്ടനാണ് സാറേ. അയാൾ നിന്നെ അടിച്ചു അല്ലേ? അതെ സാർ. ഇവിടെയാണ് അടിച്ചു? ചോര തല്ലിച്ചു. ഇവിടെ അടിച്ചു? ഇനി ഒരു അക്ഷരം നീ ഇവിടുന്ന് മിണ്ടിയാലോ ഇയാളുടെ ഭയമുണ്ടോ? അതുപോലെ വേറെ സ്ഥലത്ത് മനസ്സിലായ എനിക്ക് അടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റിക്കളെ. എന്ത് പാവം ആടി കിട്ടുന്ന നടക്കാ വല്ലാണ്ട് ഷൈൻ ചെയ്യണോ നീ? ശിവൻ ഇങ്ങോട്ട് വരൂ. അല്ല സാർ തിരക്കിലല്ലേ? ഇങ്ങോട്ട് വരൂ. സാർ തിരക്ക്. അല്ല സാറ് നല്ല തിരക്കിലാന്ന് തോന്നുന്നു. ഒക്കെ ജോലിയുടെ ഭാഗമല്ലേ എൻ്റെ കാര്യം. ആ 10 മിനിറ്റ്. സോദൻ ഇവരെ 3 പേരെ മറ്റേ റൂമിലേക്ക് ആക്ക്. പച്ചവെള്ളം കൊടുക്കരുത് കേട്ടോ, 3നും പച്ചവെള്ളം കൊടുക്കരുത്. എന്തിന്റെ കുറവ് നിൽക്കാൻ അത് കൊടുക്കും. ബാക്കി ഞാനും വരാം. അല്ല വേറൊരു സംശയം. ഒരു സംശയം ചോദിക്കാനേ. ചോദിക്ക്. അതായത് നമ്മുടെ വീട്ടില് നമ്മൾ ഈ ക്രിസ്മസ് ആണല്ലോ സാറേ. അപ്പോൾ ക്രിസ്മസിന് നമ്മളറിയാതെ നമ്മൾ വീട്ടിൽ ഈ വൈനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വൈന് വീട്ടിലുണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുണ്ടാവോ? വൈനുണ്ടാക്കി ആളൊക്കെ 3 പറ്റില്ല അപ്പോ അല്ലേ? അത് പറ്റില്ല അല്ലേ? വീട്ടിൽ വൈനൊന്നും ഉണ്ടാക്കാൻ ആൾക്കാരെ കൊണ്ടല്ലേ? 1 2 ഒന്നല്ല 10-50 കുപ്പി ഉണ്ടാക്കിയിരിക്കണം. ഒക്കെ അകത്താ. എന്താ ഓരോ പണികൾ ചെയ്തിട്ടില്ലേ? നമ്മൾ വീട്ടാവശ്യത്തിന് അത്യാവശ്യം വൈൻ ഉണ്ടാക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? പക്ഷെ അത് ഉണ്ടാക്കി പുറത്ത് വിൽപ്പന നടത്തിയ പ്രശ്നം അകത്തോ. അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കാം, വിൽക്കാഞ്ഞാ മതി. എന്നാ കുഴപ്പമില്ല അല്ലേ സാറേ? ഞാൻ അതിൻ്റെ ഒരു സംശയം അങ്ങനെ ഉണ്ടായിരുന്നേ. എനിക്കല്ല, നമ്മുടെ അയൽപക്കത്തുള്ള ഒരാൾക്ക് ചോദിക്കാനായിട്ട് വന്നപ്പോ ഞാൻ അതൊന്നും ചോദിക്കാൻ സാർ. നന്നായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം അല്ലേ? അറിവുണ്ടായിരിക്കണം. ഞാനതാണ് സാറേ, ഞാൻ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞേ മോഹിത് സാറിനോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കണല്ലോ. അത് തീർക്കാതെ നമ്മൾ പോണത് ശരിയല്ല. അപ്പൊ അത് തീർക്കാൻ പറ്റിയ ഏക സ്ഥലം ഇവിടെയാണെന്ന് എനിക്കറിയാം. എനിക്ക് കുറച്ച് തിരക്കുണ്ടേ, കുറച്ച് തിരക്കിലാണ് ഞാൻ. കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്നാ ശരി. എന്നാ ശരി കാണാം. ശരി ശരി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരാം. അത് വരാം.